അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 40-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവൻ്റെ വലിയ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കണം എന്നതാണ് തൻ്റെ ആവശ്യം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ അവനുണ്ട്. തൻ്റെ പാപനിമിത്തമാണ് അനർത്ഥങ്ങൾ തനിക്ക് വന്നതെന്ന് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. വിഷയം എന്തു തന്നെയായാലും ഒരു കാര്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്. താൻ ആശ്രയിക്കുന്ന യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു തന്നോട് കരുണ കാണിക്കുവാനും ക്ഷമിക്കുവാനും ശക്തനാണ് എന്ന് അവൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നും ലഭിക്കുവാൻ പോകുന്ന സൗഖ്യത്തിനായും രക്ഷയ്ക്കായും അവൻ പ്രതീക്ഷയോടെ അവനെ കാത്തിരിക്കുകയാണ്. അവൻ്റെ വിശ്വാസം ബലപ്പെടുന്ന ചിന്തകൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ ഉള്ളതിനാൽ അവൻ പറയുകയാണ്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. 40-ാം സങ്കീർത്തനം 17-ാം വാക്യമാണ് നാം കേട്ടത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട് എന്ന അറിവ് നമുക്ക് മുന്നോട്ടുള്ള ആത്മീക ജീവിതത്തിന് മുതൽക്കൂട്ടാണ് എന്നതിന് സംശയമില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. എന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയും സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുള്ളവർ മാറി നിന്ന് കുറ്റപ്പെടുത്തുകയും ഒറ്റയ്ക്ക് നടക്കുവാൻ കഴിയാതെ വണ്ണം നാം രോഗികളായി തീരുകയും ചെയ്യുന്ന സമയം മിക്കവാറും എല്ലാവരും പറയും, ദൈവം ഇവനെ കൈവിട്ടു എന്ന്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് യേശുവിൽ ആശ്രയിക്കുവാൻ കഴിയുമോ? യേശുവിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? വ്യസനവും വേദനയും വരുമ്പോൾ നാം കരയും, അത് മനുഷ്യ സഹജമാണ്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. നാം നേരിടുന്ന വിഷമഘട്ടത്തിൽ യേശുവിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ നോക്കി യേശു പറയുന്ന വാക്കാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. ദാവീദിനെ കുറിച്ച് മാത്രമല്ല, മശിഹായെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദാവീദിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മശിഹായെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൃഷ്ടിപ്പിനെക്കുറിച്ചും തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നതിനെക്കുറിച്ചും പാപത്തിൽ നശിച്ചു പോയ മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിച്ചതിനെക്കുറിച്ചും എല്ലാറ്റിനുമുപരി മനുഷ്യവർഗത്തിന് നൽകുവാൻ ദൈവം ഒരുക്കി വെച്ച ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചും ആണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇസ്രയേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരുന്നു. ആ അത്ഭുതങ്ങളെക്കുറിച്ചാണോ ദാവീദ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. ദാവീദിന് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ഒത്തിരി പ്രാവശ്യം ചെയ്തിരുന്നു. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെങ്കടൽ പിളർന്നതും യോർദാൻ വറ്റിച്ചതും മാറായ മധുരമാക്കിയതും മരുഭൂമിയിൽ മന്ന പൊഴിച്ചതും കാടപ്പക്ഷികളെ നൽകിയതും പകൽ തണലിനായി മേഘവും രാത്രി വെളിച്ചത്തിനായി അഗ്നിസ്തംഭവും നിർത്തിയതും ചുട്ടുപൊള്ളുന്ന പാറയിൽ നിന്നും വെള്ളം ചാടി പുറപ്പെടുവിച്ചതും എല്ലാം ഇസ്രയേൽ മക്കളുടെ നിലനിൽപ്പിനും അവരുടെ സന്ധാരണത്തിനും അത്യന്താപേക്ഷിതമായിരുന്നു. എങ്കിൽ മിസ്രയീം ജനത്തെ 10 ബാധകളാൽ ബാധിച്ചത് താൻ യഹോവയായ ദൈവമാണെന്നും താനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മിസ്രയീം രാജാവായ ഫറവോനും അവൻ്റെ ജനങ്ങളും മനസ്സിലാക്കുവാനുമായിരുന്നു. ദൈവം നീതിയില്ലാത്തവനാണെന്ന് ഫറവോനോ അവൻ്റെ ആളുകളോ ഒരിക്കലും പറയുകയില്ല. പിന്നെയും മോശയോട് അവർ പറഞ്ഞത്, നീയും നിൻ്റെ ദൈവമായ യഹോവയും നീതിയുള്ളവർ എന്നാണ്. കാരണം ലക്ഷക്കണക്കിനായ ഇസ്രയേൽ മക്കളെ മിസ്രയീമ്യർ അടിമപ്പണി ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിരുന്നു. കഷ്ടത്തിലായിപ്പോയ ഇസ്രയേൽ ജനത്തെ മിസ്രയീമ്യർ വിട്ടയച്ചിരുന്നെങ്കിൽ ഒരു ബാധ പോലും യഹോവ മിസ്രയീമ്യർക്ക് വരുത്തുമായിരുന്നില്ല. തൻ്റെ കഷ്ടതയുടെ നാളുകളിൽ ദാവീദ് ഈ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിലും എത്രയോ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒരു കാര്യം നാം ഓർത്താൽ നിശ്ചയമായും പ്രതിസന്ധിയിൽ ആ ഓർമ്മ
നമുക്ക് ആശ്വാസവും വിടുതലുമായി ഭവിക്കും. 103 സങ്കീർത്തനം 1 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന്. 40 സങ്കീർത്തനം 5 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. ഇസ്രായേൽ മക്കളെല്ലാവരെയും ഉദ്ദേശിച്ചാണോ ഞങ്ങൾക്ക് വേണ്ടി എന്ന വാക്ക് ഉപയോഗിച്ചതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആയിരിക്കാം. ഇന്ന് ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും തന്നോടൊപ്പം മരുഭൂമിയിൽ ശൗലിനെ പേടിച്ച് ഒളിച്ചു ജീവിച്ച 400-ൽ അധികം ആളുകൾക്ക് വേണ്ടിയും ഇന്ന് ജീവനോടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ഉള്ള ദൈവത്തിൻ്റെ കരുതൽ അഥവാ വിചാരങ്ങൾ വളരെയാണ്. മിസ്രൈമിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട ജനത്തിൻ്റെ വഴിയിൽ അവർ നേരിടുവാൻ പോകുന്ന ഒരു കാര്യവും അറിയാത്തവരായിരുന്നു. എന്നാൽ അവർക്ക് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് കനാൻ ദേശത്ത് എത്തിച്ചേരുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നും അവർക്ക് സംരക്ഷണവും വിശ്രമവും ആഹാരവും വെള്ളവും ആവശ്യമുണ്ടെന്നും ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടും ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ടും ജനത്തിനു വേണ്ടി സമയങ്ങളിൽ സകലതും ദൈവം ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് അവർ നിർഭയരായി മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു. ദാവീദിൻ്റെ കാര്യം മാത്രം എടുത്താൽ അവനും ശൗലിനെ പേടിച്ച മരുഭൂമിയിലും അന്യദേശത്തും വനാന്തരങ്ങളിലും ഒളിച്ചു കഴിഞ്ഞപ്പോൾ അവനും അവനോട് കൂടെയുള്ള സകല മനുഷ്യർക്കും ആവശ്യമായ ആഹാരവും വസ്ത്രവും സംരക്ഷണവും ധൈര്യവും യഹോവ നൽകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ശൗലിൻ്റെ കയ്യാൽ പട്ടുപോകുകയുള്ളൂ എന്ന് ദാവീദ് പറഞ്ഞപ്പോൾ യഹോവ ആ വാക്ക് കേട്ട് സങ്കടപ്പെട്ട് കാണും. എനിക്കും മരണത്തിനുമിടയിൽ 4 വിരൽ നീളം മാത്രം എന്ന് ദാവീദ് പറഞ്ഞപ്പോൾ ദൈവം ദുഃഖിച്ചു കാണും. കാരണം ദാവീദ് ഒറ്റയ്ക്കല്ലായിരുന്നു, അവനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. എവിടെയെല്ലാം അവൻ അലയേണ്ടി വന്നുവോ അവനെ ബലപ്പെടുത്തുവാനും സഹായിക്കുവാനും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. 2 ശമൂവേൽ 5 അധ്യായം 10 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. തന്നെയുമല്ല, കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് പോലെ ദൈവം തന്നോടുകൂടെ യാത്ര ചെയ്തുകൊണ്ട് അവനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ആ യാഥാർത്ഥ്യം ദാവീദ് തിരിച്ചറിഞ്ഞത് 2 ശമൂവേൽ 7 അധ്യായം 9 വാക്യത്തിൽ കൂടി യഹോവ ദാവീദിനോട് സംസാരിച്ചപ്പോൾ മാത്രമായിരുന്നു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്നും ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. 2 ശമൂവേൽ 7 അധ്യായം 9 വാക്യമാണ് നാം കേട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദാവീദിന് വേണ്ടി മാത്രമല്ല ദൈവം കരുതുന്നത്, നമുക്ക് വേണ്ടിയും അവൻ കരുതൽ ഉള്ളവനാണ്. അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൽപ്പിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിന്മേൽ ഇട്ടുകൊള്ളുക എന്ന് പത്രോസ് നമുക്ക് ബുദ്ധി ഉപദേശം തന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ള ഭൗതിക നന്മകളെക്കുറിച്ച് മാത്രമല്ല യേശു കരുതുന്നത്. യഥാർത്ഥ ഭാവി എന്നത് നിത്യതയിലാണ്. ദൈവമക്കൾ എന്ന പദവിയാണ് യഥാർത്ഥ അവകാശം. ആ അവകാശം നമുക്ക് തരുവാനാണ് യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. എല്ലാ പ്രതീക്ഷകളും മാനസാന്തരപ്പെട്ട കള്ളന് അറ്റുപോയിരുന്നു. ലോകപ്രകാരം ചിന്തിച്ചാൽ കള്ളനാകട്ടെ യേശുവിനാകട്ടെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു. നമ്മുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് ഇനി നമ്മെക്കൊണ്ട് ഒരു ഉപകാരവും ലഭിക്കുകയില്ല എന്ന് ഉറപ്പായാൽ നമ്മുടെ സ്നേഹിതർക്കും കൂട്ടാളികൾക്കും നമ്മിൽ നിന്നും അകൽച്ച ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. തിരുവെഴുത്തിന് നിവൃത്തി വരുന്നതിന് വേണ്ടി ആയിരുന്നെങ്കിലും യേശുവിൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയത് ഇനി ഒരു നന്മ യേശുവിൽ നിന്നും വരികയില്ല എന്ന ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ നേതാവിനെ പിടിച്ച് ക്രൂശിച്ചു ഇനി തങ്ങളെ പിടിച്ചെങ്കിലോ എന്ന ഭയമോ ആയിരിക്കാം. എന്നാൽ മാനസാന്തരപ്പെട്ട കള്ളൻ പറയുകയാണ്, ബലഹീനനായ യേശുവിനെ നോക്കിക്കൊണ്ട്, രക്തം മുഴുവൻ വാർന്നുപോയ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് വിരൂപനായി തീർന്ന യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ കുത്തുന്നവരോടോ നിന്ദിക്കുന്നവരോടോ വ്യസനിപ്പിക്കുന്നവരോടോ പ്രത്യുത്തരം പറയുവാൻ പോലും കഴിയാതെ പ്രത്യുത്തരം പറയാതെ കരയുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുൾക്കിരീടധാരിയായി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് കള്ളൻ പറയുകയാണ്, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ. കള്ളന് മറ്റൊരു ആഗ്രഹവുമില്ല.
തീർത്തും ക്ഷീണിതനായ യേശു അതിന് ഉത്തരം നൽകി, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എല്ലാം തീർന്നുവെന്ന് യേശുവിനെക്കുറിച്ച് ലോകം വിധി എഴുതിയെങ്കിലും താൻ ആരാണെന്ന് യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു. തന്നെയുമല്ല, യേശു ആരാണെന്ന് മാനസാന്തരപ്പെട്ട കള്ളനും തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യൂദാ യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റുകൊണ്ട് തള്ളിക്കളഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട കള്ളൻ തൻ്റെ ജീവനെ കളഞ്ഞുകൊണ്ട് യേശുവിനെ തൻ്റെ നാഥനായി, രാജാവായി, വീണ്ടെടുപ്പുകാരനായി സ്വീകരിച്ചു. ലോകം പറഞ്ഞു യേശുവും കള്ളനും തീർന്നു പോയി എന്ന്. എന്നാൽ രണ്ടുപേരും അന്ന് പറുദീസയിൽ പ്രവേശിച്ച ദിവസമായിരുന്നു അത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സമാധാനം തരാത്ത ഈ ഭൂമിയിൽ പാപത്തിനും സാത്താനും അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ യേശുവിനെ അനുസരിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതാണ് നമുക്ക് നല്ലത്. എല്ലാവരും നാം തീർന്നു പോയി എന്ന് വിധി എഴുതിയേക്കാം, എന്നാൽ യേശു നമ്മുടെ വിധിയെ മാറ്റി എഴുതുന്നവനാണ് എന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ആകയാൽ യേശുവിൻ്റെ കൽപ്പനകൾ, യേശുവിൻ്റെ വചനം വായിക്കുവാനും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ നൽകി കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.